സ്കൂളിൽ 3 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അവരോട് ഭയങ്കര ഗൗരവത്തിൽ ഗമയെ പറഞ്ഞു, എൻ്റെ മാമൻ അവിടുത്തെ അധ്യാപകനാണ്, 3 ആൾക്കും ഒരു നിലയ്ക്കും പരിചയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പഴയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്നെ കുറച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും, കുറേ കാലം ഞാൻ അങ്ങോട്ട് പോകാറില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അവർ. അത്യാവശ്യം പേരെടുത്ത് വിളിക്കാൻ കഴിവുള്ള ആളുകൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. 2005 പറയാം, 5 വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ പേര് പറയാൻ പറ്റുന്ന കുറച്ച് പേര് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഏത് മേഖലയിൽ ഞാനില്ല, അധ്യാപക മേഖല ഉണ്ടെങ്കിലും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ക്ലാസ്സിൽ പോയപ്പോൾ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, വാർത്ത വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ സംബന്ധിച്ചുള്ള എവിടെയോ വാർത്ത വായിക്കാൻ പണിയാണ്, കൂട്ടത്തിലൊന്നും സ്കൂളിൽ വന്നതാണ് എന്നൊരു ധാരണയാണ് ചില ആളുകൾക്കെങ്കിലും ഉള്ളത്. അപ്പോൾ മേഖല മാറിപ്പോയി, വാർത്ത വായിക്കുന്ന ആളായിട്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് ചാനലിൽ എനിക്ക് വലിയ സന്തോഷമായി അങ്ങോട്ട് വന്നപ്പോൾ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ആളുകളും സത്യം പക്ഷെ നമ്മളൊന്നും കണ്ടാൽ പ്രായ വ്യത്യാസം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ്. ആ സുഖം ഞാൻ എന്തായാലും വല്ലാതെ ആസ്വദിക്കുന്നു. ഇനിയും തിരുത്തി പറയരുത് കേട്ടോ, ഞാനത് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ദയവ് ഇത് പറയാൻ പാടില്ല. അതുപോലെ തന്നെ രാജഭാഷ നിങ്ങളെ കണ്ട കുറച്ചൊരു ഏജൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ സത്യഭാഷ ഉണ്ടോ? സത്യഭാഷ അല്ലേ, ഒരു ഏത് കാലത്തും ഇതുപോലെ തന്നെ നിലനിൽക്കാൻ സാധിച്ചു. മോളെ കല്യാണം കേട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും മുന്നിൽ യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. ഏതായാലും ഇങ്ങനെയൊരു കൂട്ടായ്മ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്. മുന്നേറി വിളിച്ചപ്പോൾ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്, പക്ഷെ സാറ് ഇതുവരെ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ കൂടി പോകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സ്കൂൾ കൂട്ടായ്മ ഞാൻ ഇവിടെ പഠിച്ച 90 ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മ അടുത്ത ദിവസം ഒരു 3-4 മാസം മുമ്പ് പനായി ഉണ്ടായിരുന്നു. ഞാൻ ആ പരിപാടിക്ക് പോയ സമയത്ത് 1-2 ആളുകളെ വിളിച്ച് ഒരാളെയും യാതൊരു പരിചയമില്ല. കാരണം ഞങ്ങൾ വാട്സപ്പ് ഇല്ലാത്ത കാലത്ത് ജീവിച്ച ആളുകളാണ്. ഇന്നലെ മാത്സിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞുകൂടെ, സ്ത്രീ എന്ന് പറഞ്ഞുകൂടല്ലേ, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പറഞ്ഞു. എന്തായാലും ഒരു പെൺകുട്ടി ഓടി വന്നു, കൈയൊക്കെ തന്നു, നമ്മൾ 90 ബാച്ചാണ് എന്ന് പറഞ്ഞു. കണക്കിൻ്റെ ഓർമ്മയൊന്നുണ്ടാവില്ല, പക്ഷേ നമ്മളൊക്കെ 90 ബാച്ചാണ്. ഇന്നത്തെ പരിപാടിക്ക് വന്നിരുന്നു. 2 മക്കളെയൊക്കെ പരിചയപ്പെടുത്തി. വീണ്ടും വരും കാലങ്ങൾക്ക് ശേഷം 90 ബാച്ചിൽപ്പെട്ട ആളുകളെ വീണ്ടും കാണുന്നു. പ്രീ ഡിഗ്രി അതുപോലെ 91 ബാച്ചുകാരെ കാണുന്നു, ഡിഗ്രി ബാച്ച് കാണുന്നു. വീണ്ടും ഒരു റീയൂണിയൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ എവിടെ പോയാലും നമുക്ക് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ നിങ്ങളെ സമാന ബാച്ചിലുള്ള ഒരാളോടി വന്നു, സാർ ഞാൻ സെക്രട്ടേറിയറ്റിലാണുള്ളത്, അനുഷ നിങ്ങളുടെ ബാച്ചാണോ? എനിക്ക് ഓർമ്മയില്ല, നിങ്ങളെ ജൂനിയർ ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും പോലീസുകാരോട് അടികൂടാനാണ് പോകുന്നതെങ്കിലും പോലീസിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ പറയും, സാർ ഞങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന് പറയുന്ന ഒരു എന്താ അർജുൻ എന്തോന്ന് പറഞ്ഞു. അടിച്ചതിന് ശേഷം പലപ്പോഴും പറയുക. കാരണം സംഭവം ഞാൻ ഇതുവരെ ഒരു കുട്ടിയെയും അടിച്ചിട്ടില്ല. അടിക്കല് രാജഭാഷ പോലത്തെ ആളുകളാണ്. പക്ഷേ ഈ റാഗിങ്ങിനെ പോലെയാണ്. ഫസ്റ്റ് സെക്കൻഡ് ഇയർ റാഗ് ചെയ്യും, അവരെ നമുക്ക് കിട്ടില്ല. നമ്മളെ പിന്നെ ആരെ റാഗ് ചെയ്യും? വന്ന കുട്ടികളെ റാഗ് ചെയ്യും. അതുപോലെ രാജഭാഷ പോലത്തെ ആളുകൾ അടിച്ചതിന്റെ പാപം അനുഭവിക്കുന്നത് സ്കൂളിൽ പോലും വരാത്ത എന്നെ പോലെയുള്ള ആളുകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. രാജഭാഷ അത്യാവശ്യം നന്നായി അടിക്കുമായിരുന്നു, സംശയമില്ലല്ലോ. എൻ്റെ മുന്നിൽ നിന്ന് എത്രയോ കുട്ടികൾ അടിച്ചു. ഞാൻ സ്കൂളിൽ ചേർന്ന കൊല്ലം എന്തോ ഒരു വിഷയത്തിന് ഈ വരാന്തയിൽ വന്ന് രാജഭാഷ ഒരുത്തൽ ഒന്നും കൊടുത്തു. ഞാൻ ബേജാറായി ഉടച്ചതായി. നിങ്ങൾ ആരെങ്കിലാണോ? അല്ല അത് ഞാൻ വിചാരിച്ചു മലയാളമൊക്കെ പഠിക്കാത്തതിന് എന്തിനാ കുട്ടികൾ അടിക്കുന്നത്. അപ്പോൾ രാജഭാഷ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവനൊരു കത്ത് കൊടുത്തു വേറൊരു കുട്ടിക്ക് എന്നാണ്. ഞാൻ കത്ത് കൊടുക്കുന്ന ഇതൊരു വലിയ സംഭവമാണ്. ഒരാൾ മറ്റൊരാൾക്ക് കത്ത് കൊടുക്കുന്ന നിങ്ങളിങ്ങനെ പിടിച്ച് അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാവും, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാനൊന്ന് കല്യാണവും കഴിച്ചില്ല, ഡിഗ്രി കഴിഞ്ഞ് ജസ്റ്റ് BEd കഴിഞ്ഞ് നേരെ കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. നമുക്ക് പ്രേമവും പ്രണയവും ഒക്കെ കാണുമ്പോൾ വലിയ അകലം ഇല്ലാത്ത കാലത്താണ് വന്നു നിൽക്കുന്നത്. പക്ഷെ രാജഭാഷ പോലത്തെ ആളുകൾ ഈ പ്രണയം കാണുമ്പോൾ അവിടെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഈ MTയുടെ പുസ്തകമൊക്കെയാണ് രാജഭാഷ പഠിപ്പിക്കുക. മഞ്ഞ് വിമല മേനോന്റെ പ്രണയമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴും എന്റെ സംശയം മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാറും എന്നാണ് പറയുന്നത്. ഏതായാലും നിങ്ങളൊക്കെ ഏകദേശം അമ്മ വൈബിലേക്ക് എത്തിയ ആളുകളല്ലേ ഏകദേശം എല്ലാവരും.
തള്ള ഞാനൊരു നല്ല ഭാഷ ഉപയോഗിച്ചു, അമ്മ. അപ്പൊ അവിടുന്ന് തിരുത്തി, അമ്മയല്ല തള്ള വൈബാണ് എന്നാണ് പറയുന്നത്. ഈ തള്ളയും അല്ല, രണ്ടാണെങ്കിലും ഉപദേശമാണ് രണ്ടാളുടെയും ഒരു പ്രധാനപ്പെട്ട സാധനം അല്ലേ. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച അയാളുടെ മകൻ, വേറെ ആളുടെ മകൻ ഇപ്പോൾ കോളേജിൽ കോഴിക്കോട് പഠിക്കുന്നു. അപ്പൊ ഇന്നലെ അവൻ എന്നെ രാത്രി വിളിച്ചിട്ട് ഭയങ്കര, കുട്ടി പഠിക്കുന്നില്ല, അവൻ ആകെ ഇന്റേണലിൽ 4 മാർക്കേ ഉള്ളൂ, 5 മാർക്കേ ഉള്ളൂ, കുറേ ഞാൻ കേട്ടു. പിന്നെ ചോദിച്ചു, അല്ല നീ ഞാൻ പഠിക്കുമ്പോൾ നമുക്ക് മാർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മുടെ രക്ഷിതാക്കൾ എന്തെങ്കിലും നമ്മൾ കോളേജിൻ്റെ അകത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ ചെറിയ മക്കൾ, അവന് പഠിക്കുകയോ ജയിക്കുകയോ എന്തേ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പഴയ കാലം, പണ്ട് സ്കൂളിൽ പഠിച്ച നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ പോയ കാലം ആലോചിക്കാറുണ്ടോ? ഉണ്ടില്ല? ഉണ്ട്. വളരെ ശ്രീലതൊക്കെ എവിടെ ആലോചിക്കാനാ? കോരങ്ങാട് സ്കൂളൊക്കെ എങ്ങനെ, ഞാൻ അതിനിടയ്ക്ക് പോകുമ്പോൾ ടീച്ചർ വൈബിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നത് ഒക്കെ ടീച്ചർ, ശരിയല്ലേ? ഭയങ്കര ടീച്ചർ വൈബായി. ഒരിക്കലും എന്തില്ല, നമ്മൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്താണ് എന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. എനിക്ക് അതിന് ഏറ്റവും നല്ല ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത്, ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിന്റെ ഉദ്ഘാടനത്തിൽ വന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു. അന്നത്തെ കവി, അന്നത്തെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കവിയായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അന്ന് സുമാർ അഴീക്കോടൊക്കെ ആയിട്ട് കച്ചറ ഉണ്ടാക്കുന്ന കാലം. അപ്പൊ അദ്ദേഹം കുറെ നല്ല പ്രസംഗം പ്രസംഗിച്ചു. അപ്പൊ ഇറങ്ങി പോകുമ്പോൾ ഒരു ബാക്കിൽ നിന്ന് ഒരു ബിജുലാണ്, എനിക്ക് അദ്ദേഹം ഓർമ്മയുണ്ട്, അന്നത്തെ മാഗസിൻ എടുത്ത് ഒരു ചോദ്യം സാറോട്, സർ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? അപ്പൊ അദ്ദേഹം ഒന്നിങ്ങനെ ആലോചിച്ചു, ഉണ്ട്. അപ്പൊ നമ്മളെ ഉപദേശത്തിന് ഇങ്ങനെ കാത്തുക, ഒരുത്തന്റെ ഉപദേശം സ്വീകരിക്കരുത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉപദേശങ്ങളിൽ ഒന്ന്. ഒരുത്തന്റെ ഉപദേശം ശരിയല്ല. നമ്മളൊക്കെ ഉപദേശം സ്വീകരിച്ച് എന്താവുമായിരുന്നു? എവിടെ എത്തുമായിരുന്നു? അച്ഛനും അമ്മയും തന്ന ഉപദേശം സ്വീകരിച്ചാൽ നമ്മളെ പോലത്തെ നല്ല കുട്ടി വേറെ ഉണ്ടാവുമായിരുന്നോ? സ്വീകരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിക്കാൻ സാധിക്കും. നമ്മൾ ഉപദേശിച്ചാൽ നമ്മളെ മക്കൾ സ്വീകരിക്കും. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ മക്കൾ എന്താ പറഞ്ഞത്? വെറുതെ ആലോചിച്ചു, എന്തായിരിക്കും മക്കൾ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളൊക്കെ മക്കൾ എന്തായിരിക്കും മക്കൾ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ടാവുക? ഇങ്ങനെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു മാനസികാവസ്ഥ ആരും മനസ്സിലാക്കട്ടെ, അമ്മമാരും അച്ഛന്മാരും മനസ്സിലാക്കട്ടെ എന്ന് ആണ് പൊതുവെ കുട്ടികൾ ചിന്തിക്കുക. ശരിയല്ലേ? നിങ്ങൾ ഈ ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ വളരെ പോസിറ്റീവാണ്. കാരണം ഞങ്ങളുടെ നിലയിലേക്ക് ആര് വരുന്നു? ഞങ്ങളുടെ അമ്മമാർ വരുന്നു. ഇപ്പൊ പലപ്പോഴും അമ്മമാരെ വസ്ത്രം വരെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഔട്ട് ഓഫ് ഫാഷൻ വസ്ത്രം ഇട്ട് അമ്മമാര് പുറത്തിറങ്ങുന്നത്, അച്ഛന്മാര് ഔട്ട് ഓഫ് ഫാഷൻ വസ്ത്രം ഇട്ട് അമ്മമാര് പുറത്തിറങ്ങുന്നതിനോട് ആർക്ക് യോജിപ്പില്ല? കുട്ടിക്ക് യോജിപ്പുണ്ടോ? ഇല്ല. അമ്മ എന്തായി നടക്കണം? അമ്മ പരമാവധി യങ്ങാണെങ്കിൽ മാത്രമേ ഞാൻ അതിനേക്കാൾ യങ് ആവുന്നു എന്ന് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നതാണ്. ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം എന്താ പറഞ്ഞത്, ഈ വൈകുന്നേരം വരെയുള്ള എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ രാത്രി വീട്ടിലെത്തുമ്പോൾ ഓളെന്തെങ്കിലും സാധനം പറഞ്ഞ ഓളെ മനസ്സിലുള്ള ഭാര്യ വൈബ് പുറത്ത് മാത്രമേ ഇനി നമുക്ക് ടെൻഷനുള്ളൂ. അതുവരെ എത്തില്ല. വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഓക്കെ. ഇങ്ങനെ 4 ആള് രാവിലെ എണീച്ച് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള എന്തായി? സ്വസ്ഥമായി. കണ്ടിട്ട് ചെറുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, ഞാനിപ്പോ ജയനോട് ചോദിച്ചു, നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ നമ്മളെ കുട്ടികളാണ്, അല്ല എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു പ്രയാസം എന്ന്. ഞാൻ നീ എന്തിനാ പ്രയാസപ്പെടുന്നതല്ല, നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ സുന്ദരികളായി നിൽക്കും, നമ്മളൊരു വയസ്സത്തെയാണ് എന്നൊരു ഫീലിങ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ ഫീലിങ്സിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ എൻ്റെ ഫീലിങ്സ് എന്തായി? എൻ്റെ ഫീലിങ്സ് തീർന്നു കഴിഞ്ഞു. ഞാനത് വളരെ പോസിറ്റീവായി മാറി. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇനി ആരും ദയവ് ചെയ്ത് അല്ലാത്ത ഒരു കാര്യവും പുറത്തിറങ്ങിയിട്ടും പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് വൈകുന്നേരം വരെ നിങ്ങൾ വേണേ ആരോട് പറഞ്ഞോ? രാജമാഷ പോലത്തെ ആളുകൾ കൂടെ ഉണ്ട്, പറഞ്ഞ ഒരു പ്രയാസവുമില്ല. പറഞ്ഞല്ലേ സത്യമാഷോട് പറഞ്ഞു, എന്നോട് എന്ത് ചെയ്തത് ദയവ് ചെയ്ത് ഇങ്ങനെ പറയരുത് ഈ കൂട്ടായ്മ. ഇപ്പോ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് നിങ്ങൾ കടന്നുപോയല്ലേ? പല മേഖലകളിലേക്ക്. ഒരിക്കലും നമ്മൾ വിചാരിച്ച മേഖലയിലല്ല ഞാനും നിങ്ങളൊന്നും എത്തിയത്. ഞാൻ ഒരു കാരണവശാലും ഈ പണിക്ക് വരില്ല എന്ന് അച്ഛനോട് അമ്മയോട് പറഞ്ഞതാണ്. പക്ഷെ എന്തായി പോയി? സ്കൂളിലെത്തിപ്പോയി. സ്കൂളിലെത്തി 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് പണിക്ക് ഞാൻ പറ്റില്ല, ഈ ജോലിക്ക് പറ്റില്ല. എന്റെ പണി എന്താണ്?
എവിടെയെങ്കിലും പോയി 2 പ്രസംഗവും പരിപാടിയൊക്കെയാണ് എൻ്റെ ജോലി. പക്ഷെ തിരിച്ചറിയാൻ വൈകി. നിങ്ങളും ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയോ? മുന്നിൽ ഫോട്ടോഗ്രാഫി തന്നെയാണുള്ളത് ആണ്. ഫോട്ടോഗ്രാഫി. അപ്പോൾ ജീവിതം 2 കാര്യമാണത്. നമ്മുടെ ഹോബിയും നമ്മുടെ ജോലിയും ഒന്നായി വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആളുകൾക്ക്, നമ്മുടെ വിനോദവും നമ്മുടെ ജോലിയും ഒന്നായി വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. ക്രൈസാണ്. എനിക്ക് തോന്നുന്നു അൽജിനൊക്കെ ഒരു അധ്യാപക ജോലി ആഗ്രഹിക്കുന്നു അല്ലെ? ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ അവിടെയാണ് നമുക്കൊക്കെ സന്തോഷമുള്ളത് സത്യം. പക്ഷെ നമ്മളൊക്കെ പഠിപ്പിച്ചിട്ട് ചില ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, പഠിപ്പിച്ചതല്ല, ഞാനും അവനൊക്കെ ഒരേ കാലത്ത് എവിടെ ഉണ്ടായിരുന്നു പാലോറ സ്കൂൾ ഉണ്ടായിരുന്നു. അല്ലാതെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പഠിപ്പിച്ചോ? ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സാധനം എൻ്റെ ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞു തരുന്നതിനപ്പുറത്തേക്ക് എന്തില്ല, പഠനമില്ല. യഥാർത്ഥ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കലാണോ? അല്ല. വിദ്യാലയത്തിന്റെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് യഥാർത്ഥ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീകാന്ത് എന്ന് പറഞ്ഞത് വിദ്യാലയത്തിനൊരു അന്തരീക്ഷമുണ്ട്. ഇപ്പൊ മഹാരാജാസ് കോളേജിൽ പഠിച്ച കുട്ടികൾ ആ ഒരു മഹാരാജാസിന്റെ ഒരു കൾച്ചർ, മാറി എപ്പോഴും പറയും ഞങ്ങൾ അവിടുത്തെ ഒരു കൾച്ചറാണ്. ദേവഗിരി കോളേജിൽ ഒരു കൾച്ചർ ഉണ്ട്. ഇപ്പൊ ഞാൻ ദേവഗിരി കോളേജിൽ പിന്നീട് പഠിക്കാൻ പോയ സമയത്ത് അവിടെ പഠിച്ച ആളുകളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കോഴിക്കോട്ടെ ഏതെങ്കിലും ബാങ്കുകളിൽ പോയാൽ മിക്ക ബാങ്കിലെയും ഉദ്യോഗസ്ഥരും മാനേജർമാരും ഒക്കെ ദേവഗിരി കോളേജിൽ പഠിച്ചതാണ്. ദേവഗിരിന്റെ ഒരു കൾച്ചറാണ് എന്ത്? പ്രൊഫഷണലിസം. നേരെ അവരെ എങ്ങോട്ട് തള്ളിവിടും? ഒരു ജോലിയിലേക്ക് തള്ളിവിടും. ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച ആളുകളെ നമുക്ക് കാണണമെങ്കിൽ കോഴിക്കോട്ടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ എവിടെ പോയാലും ഗുരുവായൂരപ്പൻ കോളേജുകാരനെ നമുക്ക് കാണാൻ പറ്റും. ഫറൂഖ് കോളേജുകാർ വിദേശത്തുള്ള ഏറ്റവും വലിയ കൂട്ടായ്മ ഒക്കെ ഫറൂഖ് കോളേജിലെ ആളുകളാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വിദേശ കൂട്ടായ്മ ശരിയല്ലേ? ഫറൂഖ് കോളേജിലെ ആളുകളാണ്. ചേളന്നൂർ എസ് എൻ കോളേജിൽ പഠിച്ച ആളുകൾ അവിടെ പോയി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ മേഖലയിൽ പലപ്പോഴും തിളങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ചേളന്നൂർ കോളേജിൽ പഠിച്ച അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുണ്ട് ഒരു കൾച്ചറുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ രസകരമായ ഒന്നുണ്ട്. അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യം പറയാം. ഞാൻ ഒരു ദിവസം നമ്മളെ മാമ്പൂയിൽ ഒരു മരണം നടന്നിട്ട് അവിടെ പോവാണ്. അപ്പം പോയി ഞാനാണ് കാർ ഓടിക്കുന്നത്. ബാലുശ്ശേരിയിലെ ബാലകൃഷ്ണയുടെ പോലത്തെ ആളുകളാണ് കാറിന്റെ പിറകിലിരിക്കുന്നത്. അപ്പോൾ കാറ് മാമ്പൂയിലെ കനാലിൽ പോകുമ്പോൾ ഒരു ഓട്ടോ ഇങ്ങോട്ട് വരും. അപ്പോൾ ഓട്ടോ കനാൽ തട്ടിക്കും. അപ്പം ഇങ്ങനെ ഞാൻ സൈഡാക്കുമ്പോൾ ഓട്ടോ എന്ത് ചെയ്യും? മാഷെ എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷക്കാർ പോകുന്നു. കാരണം സ്കൂളിലെ കാറാണ്. അതിന് 3-4 സ്ഥലത്തുനിന്ന് ഒരു ജീപ്പ് വന്നപ്പോൾ പറഞ്ഞ മാഷെ എന്നാണ് സൈഡാക്കി. അപ്പോൾ ബാക്കിലുള്ള ആളുകൾ എന്നെ ബഹുമാനമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ പിന്നെ തിരിച്ച് ഒരു കയറ്റം കീഴാണ്. ഈസ്റ്റുംകിൽ അങ്ങോട്ട് കയറുമ്പോൾ ബാക്കിൽ ഓട്ടോ വന്നിങ്ങനെ തട്ടി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ കാറ് പിറകോട്ടായി പോയി. അപ്പോൾ മിക്കവാറും ഓട്ടോറിക്ഷക്കാരൻ ചീത്ത വിളിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. പക്ഷേ ഓനെ ബാക്കോട്ട് മാഷായിരുന്നു എന്ന് പറഞ്ഞു പോയി. അപ്പോൾ പിറകിലിരുന്ന് റാഷിദ് അബ്ബാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പം ഗൾഫിലാണ്, ട്രാവൽസ് നടത്താൻ. അവനോട് ചലങ്ങൾ എവിടെ പഠിപ്പിക്കുന്നത് അവരങ്ങനെ പാർലർ ഹൈസ്കൂളാണ്. ഞാൻ വിചാരിച്ചെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളോ മാഷാണ്, എല്ലാവരും ഓട്ടോറിക്ഷക്കാരാണല്ലോ പഠിപ്പിച്ചു. അന്നേരമാണ് ഞാൻ ആലോചിച്ചത് അത് സത്യസന്ധമാണല്ലോ അല്ലെ. അത് ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് വളരെ ആസ്വദിക്കുന്ന ഒരു കമന്റാണ് അത്. നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളാണോ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം പല സ്കൂളിൽ അന്ന് ഈ പഠിക്കുക എന്നും പഠിപ്പിസ്റ്റാവുക എന്നുള്ളതും അല്ലാതെ നടക്കുന്ന ആളുകളും ഒക്കെ ഒരു എന്താ മിക്സഡ് കൾച്ചറാണല്ലോ. പലവരെയും വന്നാൽ നന്നായി പഠിക്കുന്ന അക്കാദമിക്കായി പഠിക്കുന്ന കുട്ടികളുണ്ട്, എന്നാൽ അല്ലാതെ നടക്കുന്ന ആളുകൾ. നേരത്തെ രാജമാഷ പറഞ്ഞാൽ അത്യാവശ്യം പ്രണയലേഖനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ പല ആളുകളെയും കാണുന്ന സമയത്ത് എല്ലാ ഭാഗത്തുമുള്ള ആളുകളെ നമുക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടക്ടർ ആയിക്കൊണ്ട് ഒരു പലവറക്കാരനെ കാണുമ്പോൾ, ഡ്രൈവർ ആയിക്കൊണ്ട് കാണുമ്പോൾ, ഓട്ടോറിക്ഷ ഡ്രൈവറായി കാണുമ്പോൾ, പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളുകളെ, ഗൾഫിൽ പോയ സമയത്ത് അവിടെയും വന്നിട്ട് നമ്മുടെ പലവറക്കാരായ ആളുകൾ അതിൻ്റെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് കാണുന്ന എല്ലാ മേഖലയിലും കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിന്റെ ഒരു സുഖം അവരൊക്കെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യും, നമ്മളൊരു സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മൾ പഠിപ്പിച്ച എല്ലാവരും ഡോക്ടർമാരാണെങ്കിലോ, നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയാൽ മാത്രമേ അവരെ കാണൂ. എല്ലാവരും അധ്യാപികമാരാണെങ്കിലോ അവര് ആ വിദ്യാലയത്തിൽ പോയാൽ മാത്രമേ കാണൂ. പക്ഷെ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകളെ നമ്മൾ കാണുന്നു. ആ ജോലിയിൽ അവൻ സംതൃപ്തനാണോ എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ഞാൻ ചെയ്യുന്ന ജോലി അതെന്ത് ജോലിയോ ആവട്ടെ അതിൽ ഞാൻ സംതൃപ്തനാണ് എങ്കിൽ അയാൾ ജയിച്ചു.
അങ്ങനെ സംതൃപ്തിയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് സാധിച്ചാൽ, സംതൃപ്തിയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് സാധിച്ചാൽ എന്തായി? വിദ്യാഭ്യാസം സാർത്ഥകമായി. എന്നും നിരാശയുള്ള ഒരു തലമുറയാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന് കരുതുക. ഒരിക്കലും നമ്മൾ 1 കിട്ടുകിൽ 10 മതിയെന്നും 10 കിട്ടുകിൽ 100 മതിയെന്നും എന്ന് ആശിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ സൃഷ്ടിച്ചതിന്റെ നമ്മുടെ വിദ്യാഭ്യാസം എന്തായി? വിദ്യാഭ്യാസം വേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എന്തായിരിക്കണം? നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ സംതൃപ്തി കണ്ടെത്താൻ ആർക്ക് സാധിക്കണം? എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ എല്ലാ ദിവസവും രാത്രി ചോദിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ ഏതിലേക്ക് പോകരുത്, എന്നും നിരാശ. എൻ്റെ ഒപ്പം പഠിച്ച ആൾ കോളേജ് ലക്ചറാണ്, ഞാൻ അവിടെ എത്തിയില്ലല്ലോ എന്നുള്ള ചിന്തയല്ല. ഞാൻ എത്തിയ ഇടത്ത് സംതൃപ്തി നേടാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വളരെ നല്ല ജീവിതമാണ് നയിക്കുക. അവിടെ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നവർക്ക് എന്തിനു വരാൻ സാധിക്കും? ഇതുപോലെ ഞങ്ങളെ 10ാം ക്ലാസ് പഠിച്ചവന്റെ കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരാൻ. പല ആളുകളും ഇന്ന് നിങ്ങൾ വിളിച്ച ഗ്രൂപ്പിൽ പല ടൈപ്പ് ആളുകളില്ലേ? വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ, തീരെ എല്ലാം കാണുന്ന ആളുകൾ, എല്ലാത്തിനും വിമർശിക്കുന്ന ആളുകൾ, എല്ലാത്തിനെയും രസകരമായി കാണുന്ന ആളുകൾ. അങ്ങനെ കാണുന്ന ആളുകൾക്കാണ് ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ചില ആളുകൾക്ക് ഇപ്പോഴും ഞാൻ എന്തിലേക്കില്ല, 10ാം ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഞാനില്ല, അതെന്റെ പണിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ എന്റെ 10ാം ക്ലാസ് ഗ്രൂപ്പിൽ വല്ലപ്പോഴും കയറിയിട്ട് ഈ 2 മെസ്സേജൊക്കെ, കാരണം വോയിസ് മെസ്സേജ് ഒരുപാട് വന്നിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, എന്നാലും ഞാനും ഇതിന്റെ ഭാഗമാണ് എന്ന് ഒന്ന് പ്രൂവ് ചെയ്ത് പോകും. ആ പ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, ഒരു ഇന്റിമസി വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ആ ഇന്റിമസി വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം എന്താണ്? സംതൃപ്തരാണ്. ആ സംതൃപ്തി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നാളെ എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്, ഇന്നലെ ചരിത്രമാണ്. ജീവിതത്തിൽ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? ഇന്ന് എന്ന് പറയുന്നത് ബാക്കിയുള്ളൂ. ഈ ദിവസം നമുക്ക് തിരിച്ചു കിട്ടും. ഈ 2024 ഡിസംബർ മാസം 23-ാം തീയതി രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് ശേഷം വരെയുള്ള ഈ ദിവസം വളരെ ഏതാണ് 2 രീതിയിൽ നമുക്ക് ആ ദിവസത്തെ വിനിയോഗിക്കാം. 1 ഇൻവെസ്റ്റ്മെന്റ് ആക്കാം, 2 ചെലവഴിക്കലാക്കാം. ഒരു സംശയവുമില്ല, ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. എന്താണ് പ്രോഫിറ്റ്? ഇന്ന് വൈകുന്നേരം കിട്ടുന്ന, നിങ്ങൾ പരസ്പരം കണ്ട് സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞ് ചിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന നമ്മുടെ മാനസിക ഉല്ലാസമാണ് ഇന്നത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ലേ? കിട്ടും. ആ പ്രോഫിറ്റ് അത് വില കൊടുത്താൽ കിട്ടും. ഉള്ളിയിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി, റിലയൻസിന്റെ ട്രെൻഡ്സിൽ പോയി 2 കിലോ സംതൃപ്തി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. പണം ഉണ്ടെങ്കിലും നമ്മൾക്ക് കിട്ടില്ല. പണം ഒരുപാട് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരുപാട് കാര്യമുണ്ട്. വെള്ളം ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് കുടിച്ചു തീർക്കാൻ പറ്റുമോ? 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3ാമത്തെ ഗ്ലാസ് എന്താണ്? വേസ്റ്റ് ആണ്. പണവും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് പണം കൊണ്ട് മരിച്ചു കിടക്കുന്ന സമയത്ത് 5 കോടി രൂപ എൻ്റെ ബാങ്കിൽ ഉണ്ടായിട്ടൊരു കാര്യവും ഇല്ല. ആ പണത്തിനെ ഇതുപോലെ നമ്മൾക്ക് സംതൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ, പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെന്തായി? നമ്മുടെ ജീവിതം സാർത്ഥകമായി. അതല്ല നെഗറ്റീവായിട്ടാണുള്ളെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്? സാർത്ഥകമാവില്ല. അവിടെയാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മൾ മറ്റൊക്കെ വിട്ടേക്കുക. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചത്, നിങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു മെസ്സേജ് നമ്മൾ ഒരിക്കലും അമ്മമാരും അച്ഛന്മാരും ഏത് റോളിൽ നിർവഹിക്കാൻ പാടില്ല? ഉപദേശികളുടെ റോളിലേക്ക് മാറാൻ പാടില്ല. അവരുടെ ഫ്രണ്ട്സ് ആവാൻ നിങ്ങൾക്ക് സാധിച്ച ഇന്നത്തെ കൂട്ടായ്മയുടെ റിസൾട്ട് ആയിക്കൊണ്ട് അവരുടെ ഫ്രണ്ട്സ്, ഇപ്പൊ മിക്ക ആളുകളും ഫ്രണ്ട്സ് ആണല്ലേ, മക്കൾ 3ലും 4ലും 5ലും പഠിക്കുന്ന കുട്ടികൾ വന്ന് അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ അതേ രീതിയിൽ നമുക്ക് നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ജയിച്ചു. സാധിച്ചിട്ടില്ല, ഇന്നത്തെ തമാശ, ഇന്നിവിടെ ഉണ്ടായ തമാശ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് അതുപോലെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം പൂർത്തീകരിച്ചു. പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തായില്ല? നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടില്ല. അങ്ങനെ തുറന്നു പറയാൻ നമ്മൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ്. സാധിച്ചാൽ ഗാന്ധിയൊക്കെ പറഞ്ഞ പോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കുമോ? നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയേണ്ടത് മൈ ലൈഫ് ഈസ് മൈ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം പറയാൻ സാധിക്കുമോ? പറ്റുമോ? എങ്ങനെ ശ്രമിക്കാം. അതേതൊരു സിനിമയിലുണ്ടല്ലേ, ഒരു പെണ്ണ് താഴെ ഇട്ട ഒരാള്, അപ്പൊ ആ പെണ്ണൊന്ന് എടുക്കാൻ പറ്റുമോ? അയാൾ എടുത്തു. അയാൾ 3 തവണ ചോദിച്ചപ്പോൾ ഞാൻ ശ്രമിക്കാം എന്ന മറുപടിയാണ് പറഞ്ഞത്. പക്ഷെ പെണ്ണെടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ എടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ പരിപാടിയില്ല, ഒന്നുകിൽ പറ്റും അല്ലെങ്കിൽ പറ്റില്ല. ശ്രമിക്കാം എന്നുള്ള പരിപാടി എന്താണ്? ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
നോക്കാമെന്നും ശ്രമിക്കാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? തൽക്കാലമായി രക്ഷപ്പെട്ടു പോവലാണ്. എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു, മുനീർ ഞാൻ നോക്കാമെന്നാണ് മുനീറെ പറഞ്ഞതെങ്കിൽ എന്തില്ല, ഞാൻ ആ വഴിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കില്ല. രണ്ടുത്തരവേ ഉള്ളൂ, ഒന്നെങ്കിൽ പറ്റും അല്ലെങ്കിൽ പറ്റില്ല. നമ്മുടെ കുട്ടികളോട്, ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, അടുത്ത ജനറേഷനോട് പറഞ്ഞു കൊടുക്കണം എന്താണ്, യെസ് ഓർ നോ പറയാൻ. വേറെ ഒന്നും നിങ്ങളുടെ കുട്ടികളുടെ മാർക്കിന്റെ A+ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബോധർ ചെയ്യണം. നാളെ അവർ അച്ചീവ് ചെയ്യും. പക്ഷെ നോ പറയേണ്ടിടത്ത് നോ പറയാനും യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അവരെവിടേക്ക് പോകും? ട്രിബിളിലേക്ക് പോകും. എനിക്കും നിങ്ങൾക്കും സാധിക്കാത്ത ഒന്നാണല്ലേ, പലയിടത്തും നമ്മൾക്ക് യെസും നോവും പറയാൻ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണ പ്രക്രിയ പൂർത്തീകരിക്കലാണ്. നിങ്ങളും നിങ്ങളുടെ അടുത്ത ജനറേഷൻ അത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക, എത്രത്തോളം ചിരിക്കുന്നോ അത്രത്തോളമാണ് നമ്മൾക്ക് കിട്ടുന്ന ആകെ സമ്പാദ്യം. എത്രത്തോളം കരയുന്നോ അതാണ് നമ്മുടെ കടം. അതുകൊണ്ട് പരമാവധി എങ്ങനെ ജീവിക്കണം? നമ്മൾ പരമാവധി ചിരിച്ചും കളിച്ചും ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ബാക്കിയുള്ളവർക്ക് വെറുതെ കരഞ്ഞും നിരാശപ്പെട്ടും ഒന്നും ജീവിച്ചു തീർക്കാനുള്ളതല്ല. വളരെ അപൂർവമായി നമ്മളൊക്കെ ഇനി ഒരു 100-100 കൊല്ലം മാത്രമല്ലേ ജീവിക്കൂ. വേണ്ടേ? എത്ര വേണമോ? 100 കൊല്ലം മോശമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 40 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. കഴിഞ്ഞ നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിൽ എത്രയാണ്? 80. ഇപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും? 80. 120 എന്തായാലും ആകും എന്നാണ്. അങ്ങനെയല്ലേ? 120 ആവില്ലേ? 120 ആകും. ഇപ്പൊ പാലോർ സ്കൂൾ നിങ്ങൾ പണ്ട് വന്ന സമയത്ത്, ഞാൻ അവസാനിപ്പിക്കും കേട്ടോ, പാലോർ സ്കൂൾ പണ്ട് നിങ്ങൾ വന്ന സമയത്ത് വിശാലാക്ഷി ടീച്ചർ കണ്ടേ? വിശാലാക്ഷി അല്ലേ? ഇല്ലല്ലോ, വിശാലാക്ഷി ടീച്ചർ അത്യാവശ്യം പ്രായമുള്ള ടീച്ചറല്ലായിരുന്നോ? ആയിരുന്നോ? നിങ്ങൾ ഇന്ന് പാലോർ സ്കൂൾ വന്നാൽ പ്രായമുള്ള ഒരു ടീച്ചർ കാണിച്ചിരുന്നു? കഴിഞ്ഞ വർഷമൊക്കെ റിട്ടയർ ചെയ്ത് പോയ ആളുകളുണ്ട്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു വയസ്സായ ടീച്ചർ എന്ന് പറയാൻ പറ്റിയ ഒരാളെ നിങ്ങൾ കാണിച്ചു തരുമോ? പറ്റില്ല. നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താ? ഇവിടെ ആർക്കും എന്താവുന്നില്ല, വയസ്സാകുന്നില്ല. കാരണം സർക്കാർ പറഞ്ഞതാണ് 56 വയസ്സ് റെക്കോർഡിക്കലി വന്ന സമയത്ത് പീരീഡ്. ഈ സത്യഭാഷ കണ്ടാൽ തോന്നുന്നുണ്ടോ? റിട്ടയർ ചെയ്ത ഒരു വയസ്സനാണ് എന്ന് പറയുമോ? നിങ്ങൾ വിദ്യാലയത്തിലുള്ള സമയത്ത് പിരിഞ്ഞു പോയ ജനാർദ്ദ കുറുപ്പോഷൻ നിങ്ങൾ ഇല്ല, നിങ്ങൾ പഠിക്കുമ്പോഴാണ് പിരിഞ്ഞത്, ശരിയല്ലേ? അല്ലെങ്കിൽ KP ബാലമാഷ് പിരിയുന്നു. ബാലമാഷ് നിങ്ങളെ കാലഘട്ടത്തിൽ പിരിഞ്ഞു. ജനാർദ്ദ കുറുപ്പോഷൻ സത്യത്തിൽ കുറച്ച് പ്രായമായിട്ട് തന്നെയല്ലേ പിരിഞ്ഞു പോയത്? ജനാർദ്ദ കുറുപ്പോഷെ കണ്ടാൽ നമുക്ക് പ്രായമുള്ള ആളായിരുന്നു. സത്യമാഷ കണ്ടാൽ പ്രായമുള്ള ആയി പിരിഞ്ഞായി തോന്നുന്നുണ്ടോ? അത് സത്യമാഷ ഗുണമല്ല, നൂറ്റാണ്ടിന്റെ പ്രശ്നമാണ്. എന്തില്ല, നമ്മൾക്ക് ആർക്കും വയസ്സാവാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്ന് പോകുന്നത്. അതുകൊണ്ട് 120 വയസ്സ് വരെ ജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ചിരിച്ചും കളിച്ചും. പക്ഷേ ആരോഗ്യ മാസിക ദിവസം രാവിലെ എടുത്ത് വായിച്ച് കൊളസ്ട്രോളിന്റെയും മറ്റേ കണക്ക് നോക്കിയാൽ ഒരു സംശയം വേണ്ട, എപ്പോ വേണം എന്ത് ചെയ്യാം, അടിച്ചു പോകാനും സാധ്യതയുണ്ട്. അത്യാവശ്യം നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ രാവിലെ കളിക്കാൻ പോകുമ്പോൾ ചില ആളുകൾ വന്ന് പറയും, ഇന്നലെ 2 മണിക്കൂർ ദിവസവും ഷട്ടിൽ കളിക്കുന്ന ആളാണ് മരിച്ചത്. അപ്പൊ ഞാൻ പിന്നെ കളിക്കണോ വളച്ചോനെ, കളിക്കണം. ഏത് നല്ല കാര്യത്തിനും വെള്ളം കുടിക്കാൻ നോക്കും. ഒരു കല്യാണത്തിന് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോകുമ്പോൾ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കണം, ഇന്നലെ ഒരാൾ മരിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, അവിടെ മാറ്റി വെക്കും. മധുരട്ട ചായ കുടിക്കുന്ന ലോകത്ത് ഇപ്പൊ ആരും പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കനിൽ ഒരുപാട് ഹോർമോൺ കുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യർ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോവുക. ദയവ് ചെയ്ത് അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. എന്ത് ചെയ്യാം, നല്ല പോസിറ്റീവായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ കാലം നമ്മൾക്ക് 120 ഞാൻ ഒഴിവാക്കി ഒരു മുനീർ പറയും 95 വയസ്സ് വരെയൊക്കെ നമുക്ക് ജീവിക്കാനെന്നില്ല, യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചിന്തിക്കണം? അതുപോലെ പ്രായമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, നമ്മൾക്കൊക്കെ പ്രായമുള്ള ആ കാലഘട്ടം വയസ്സന്മാരില്ലാത്ത നാടായിക്കൊണ്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ ഗോകുലത്തിന് ഒരു കല്യാണത്തിന് പോയ സമയത്ത് വരന്റെ അച്ഛനും അമ്മയും മാത്രമാണ് മുടി നരച്ച 2 പേർ. നമ്മളെ മാഷിലെ മാതൃവിലെ മോൻകുട്ടിലെ മറ്റേ ഇന്ദു ടീച്ചറുടെ ഭർത്താവും മാത്രമാണ് പ്രായമായ 2 ആളുകളെ കാണുന്നത്. കാരണം അവരുടെ മുടി എങ്ങനെയോ വെളുത്തു പോയി, എനിക്കറിയില്ല. ബാക്കി എല്ലാവരുടെയും മുടി കറുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അപൂർവം വയസ്സന്മാരെ മാത്രം നിങ്ങൾ നാട്ടിൽ കാണാറുണ്ടോ? പ്രായമുള്ള ആളുകൾ കാണുമോ? ട്രഷറിയിൽ പെൻഷൻ വാങ്ങാൻ പണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ വയസ്സന്മാർ നിരന്നിരിക്കും. ഇന്ന് ചെറുപ്പക്കാരാണ് അവിടെ പോയിരിക്കുന്നത്, ചെറുപ്പക്കാരാണ് നിരന്നിരിക്കുന്നത്. അതുകൊണ്ട്
ഞാൻ ജയകൃഷ്ണ മാഷ് ഇപ്പൊ ആകെ ഞാൻ റിട്ടയർ ചെയ്ത് പോയാൽ ആകെ പ്രായമായ ഒറ്റ ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ പഠിപ്പിക്കുന്ന കാലത്തും പ്രായമുള്ള ആളാണ് സുരേഷ് മാഷ മാത്രമാണ് ഞാൻ അത്യാവശ്യം ഏജില്ല ആള്. ശരിയല്ലേ? വേറൊരാളെ പഠിപ്പിക്കുന്ന കാലത്തും പുറത്തിറങ്ങിയ ശേഷം ഒക്കെ എന്താണ് എനിക്ക് ഇത്തിരി വയസ്സായിട്ടുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വയസ്സ് പരസ്യമായി പറയാൻ തയ്യാറുണ്ടോ? ഇവിടെയല്ല, പുറത്തിറങ്ങിയാൽ ഇപ്പൊ എല്ലാവർക്കും ഒരു വയസ്സായതുകൊണ്ട് പറയണം. സമാധാനം. അങ്ങനത്തെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ ഞാൻ സത്യം പറയാറോ, ഞാൻ എൻ്റെ മോനോട് പോലും എന്ത് ചെയ്യില്ല. കാരണം ആളുകളൊക്കെ യുവ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഞാനതിങ്ങനെ രസിച്ച് നിൽക്കുകയാണ്. അല്ലെ, മോന് 14 വയസ്സ് കഴിഞ്ഞു, 9ാം ക്ലാസ് കഴിഞ്ഞു. എന്നാലും ആ യുവത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, വല്ലാതെ നമ്മളൊക്കെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത പരിപാടിക്ക് പോകേണ്ട സമയമുണ്ട്. ഏതായാലും ഈ ഒരു കൂട്ടായ്മ ഞാൻ പലോറ ഹൈസ്കൂളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പലപ്പോഴും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ഇതുവരെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2005 മുമ്പുള്ള ഒരു വിദ്യാർത്ഥി സമൂഹവുമായിട്ട് മാത്രമേ അത് എൻ്റെ തെറ്റാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം 2005 ശേഷം ഒരു അധ്യാപക ജോലിയിൽ സീരിയസ് ആയിട്ട് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ മൈറ്റോകോൺഡ്രിയയും കോശം പഠിപ്പിക്കാൻ ഞാൻ തന്നെ ഇവിടെ വന്നിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ എന്നൊരു ചിന്തയാണ് എന്നെ പലപ്പോഴും ചെയ്തത്. ഞാൻ വളരെ ഗൗരവമായിട്ട് പറഞ്ഞതാണ്. കാരണം പണ്ട് പഠിപ്പിച്ച അതേ ശാസ്ത്രത്തിനെ വീണ്ടും 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 പഠിപ്പിക്കുമ്പോൾ ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? പണ്ട് ഫറൂഖ് കോളേജിൽ അധ്യാപകരുണ്ടായിരുന്നു. അധ്യാപകൻ MNന്റെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സാറ് കുറേ പുസ്തകം മേശപ്പുറത്ത് നിരത്തി വെച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങൾ BEd ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകളാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണെന്ത് ഈ പുസ്തകം ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇനി നിങ്ങളിത് പഠിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഇത് പഠിക്കണം, എന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പഠിക്കണം. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഏതാ ചെയ്യേണ്ടത്? നിങ്ങൾ നേരിട്ട് പഠിച്ചപ്പോൾ വെറുതെ എന്നെ ഇടയ്ക്ക് ഈ ചിന്തയാണ് പലപ്പോഴും ഇത് എന്നെ നയിക്കുന്നത്. എനിക്ക് വേറെ കുറെ മറ്റു മേഖലകൾ, ഇപ്പം ചാനലിൽ പോകാനോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗങ്ങൾ സംസാരിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കുറച്ചുകൂടി ആസ്വദിച്ച് ചെയ്യാൻ, ഞാനത് പെർഫെക്റ്റ് എന്നല്ല, ആസ്വദിച്ച് ചെയ്യാൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഇവിടെ വന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നാമതേ 9:30 ബെല്ലടിക്കും അങ്ങോട്ട് വരണം, വൈകുന്നേരത്തെ ബെല്ല് വരെ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ബെല്ലുകളില്ലാത്ത ലോകം വല്ലാത്ത സുഖമാണ്, നിയന്ത്രിക്കാനില്ലാത്ത ലോകം. നമ്മളൊക്കെ ആത്യന്തികമായി ജീവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, സ്വാതന്ത്ര്യത്തിന്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വിളി വരും. ഏറ്റവും ടെൻഷനാക്കുന്ന വിളി ഏതാ? വീട്ടിൽ നിന്നുള്ള വിളിയല്ലേ? ഭർത്താവ് വിളിക്കും, മക്കൾ വിളിക്കും, അമ്മായിയമ്മ ഉണ്ടെങ്കിൽ അമ്മായിയമ്മ വിളിക്കാം. വിളി വരുമ്പോൾ അതുവരെ നമുക്കൊരു പ്രയാസമില്ല, സ്വച്ഛന്തമായി നമ്മളിങ്ങനെ വിളിക്കും. ഭർത്താവ് വിളിക്കും, അല്ലെ? ഭർത്താവ് എന്താ കാണുന്നത്? തെറ്റുകുതിർന്ന് പോയ സമയത്ത് സംഭവിച്ച പല കാര്യങ്ങളെ പറ്റിയും വായിച്ച ഭാര്യമാരെവിടെയുണ്ട്, വീട്ടിലുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇതൊക്കെ വായിച്ച ഭാര്യയാണ് അവിടെ കാത്തിരുന്നത്. ഈ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുക. ഭർത്താവ് എങ്ങോട്ടാ പോയത്? തെറ്റുകുതിർന്നാണ് പോയത് എന്ന ടെൻഷൻ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ചു വരട്ടെ എന്നൊക്കെ ആശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഇതൊക്കെ നമ്മളെ തെറ്റുകുതിർന്ന സമയത്ത് പറഞ്ഞതാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും 2005 മുമ്പുള്ള ഒരു 5 വർഷത്തെ തലമുറയുമായിട്ടാണ് വളരെ ഇന്റിമസി ഉള്ളത്. എവിടെ കണ്ടാലും പേര് വിളിക്കാൻ, എല്ലാവരും പേരൊന്നും എന്ന് പറയുന്നില്ലെങ്കിലും ആളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്, പലരെയും പേരും അറിയാൻ സാധിക്കുന്നത് ഈ കാലഘട്ടമാണ്. അതിനുശേഷം ഞാൻ ഈ മേഖലയിൽ നിന്ന് തന്നെ പലപ്പോഴും മാറി പോയിട്ടുണ്ട്. ഏതായാലും ആ കാലഘട്ടത്തിലെ ആളുകളുമായി കാണാനും സംവദിക്കാനും വിളിച്ച സമയത്ത് ആ സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ വരാനും സാധിച്ചത് ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ നല്ല ഒരു ദിവസമായിട്ട് തന്നെ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇനിയും കാണുന്ന സമയത്ത് അടുത്ത് വരാനും ഒരു ചായ കുടിക്കാനല്ല, ഒരു സെൽഫി എടുക്കാനും, ഇപ്പം അങ്ങനെയുള്ള ഒരു സെൽഫി എടുക്കാനും എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള നല്ല മനസ്സ് ആർക്കും ഉണ്ടാവണം, നിങ്ങൾക്കും എനിക്കും. അതല്ലേ പുതിയ കാലം, അതല്ലേ? എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം മരണ വീട്ടിൽ നടുവണ്ണൂരെ പള്ളിയിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി. വിളച്ചോരെ അവിടുന്ന് ഫോട്ടോ എടുക്കുക, പള്ളിക്കകത്ത് അവിടുന്ന് ഫോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലത്തിന്റെ മാറ്റമാണ്. കാലത്തിന്റെ മാറ്റത്തിലേക്ക് ഇന്നലെ കല്യാണത്തിന് പോയ സമയത്താണ് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഇവന്റ് മാനേജ്മെന്റ് നടക്കുന്ന പെൺകുട്ടി പറഞ്ഞു, മോനോട്ടോട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തുകൂടി വരണം എന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ. അപ്പുറത്തുകൂടി ഈ സൈഡിൽ കൂടി വരാൻ പാടില്ല, ഈ സൈഡിൽ കൂടി വരണം. നോക്കുമ്പോൾ അവള് പറഞ്ഞാണ് ശരി. കാരണം എന്താണ്? കുട്ടീൻ്റെ അച്ഛനാണോ ഞാൻ നോക്കേണ്ട കാര്യം, എന്നെ ഏൽപ്പിച്ച പണി എന്താണ്? ഇവിടെ ഭംഗിയായി സ്റ്റേജിൽ ഫോട്ടോ എടുപ്പിക്കലാണ്. ആ കാലഘട്ടം ഇവന്റ് മാനേജ്മെന്റിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് പറയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വലുതായി. എനിക്ക് വലുതാവുന്നതിന് പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ചെറുതാവുന്നത് എനിക്ക് വലിയ പ്രശ്നമാണ്. അത് ഞാൻ എന്തായാലും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സമപ്രായക്കാരെ നമ്മൾക്ക് ഈ ദിവസം ഇങ്ങനെ വന്ന് ചേർന്ന്
വന്ന് സന്തോഷിച്ച് പിരിഞ്ഞു പോകാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണണം. ഞങ്ങളൊക്കെ ഞങ്ങൾ ഡിഗ്രി വെച്ചൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും കണ്ട് ഇങ്ങനെ സന്തോഷിച്ച് മുന്നോട്ട് പോകാറുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ മരണം വരെ, അവസാന കാലഘട്ടം വരെ, മരണം വരെ എന്ന് അടുത്ത 120 കൊല്ലത്തേക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം ഒരുക്കി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.